KSRTCയോട് കുഞ്ഞുനാൾ മുതലേ ഇഷ്ടമാണ്. പിന്നെ ഈ കല്യാണത്തിന് ഈ RNE 522 ബസ് തിരഞ്ഞെടുക്കാൻ കാരണത്തിനും പ്രത്യേക ഒരു കാരണമുണ്ട്. നമ്മുടെ ചീനിയുള്ള ഗ്രാമപ്രദേശത്ത് റൂട്ടിലോടുന്ന ബസ്സാണിത്. നിലവിൽ നമ്മുടെ കാട്ടാക്കടയിൽ നിന്ന് ചീനിയുള്ള വഴി തിരുവനന്തപുരത്തേക്കുള്ള സർവീസാണ്. അതിൽ ഏതാനും ട്രിപ്പുകളൊന്നും ഇല്ലായിരുന്നു. ചില മോഡിഫിക്കേഷൻ സമയത്ത് കളക്ഷനുള്ള ട്രിപ്പുകളൊക്കെ നിന്നുപോയി. അപ്പോൾ RT 361 പറയുന്ന ഒരു ബസ്സാണ് സർവീസ് നടത്തിയിരുന്നത്. അത് കാലപ്പഴക്കം കാരണം വണ്ടി ദിനം പ്രതി വഴിയിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ യാത്രക്കാർക്കും മറ്റെല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യത്തിൽ ഞാനൊരു സാമൂഹിക പ്രവർത്തനം കൂടെയാണ്. അപ്പോൾ ഞാൻ അന്ന് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിക്കും MLAക്കും ചീഫ് ഓഫീസിലും റിക്വസ്റ്റ് കൊടുക്കുകയും നിരന്തരം ഓഫീസുകൾ കയറി ഇറങ്ങി നമ്മുടെ അന്നത്തെ EDT ചാർജ് ഉണ്ടായിരുന്ന സാറ് നമ്മുടെ ചീനിയുള്ള റൂട്ടിലത്തേക്കായിട്ട് RNE 522 ബസ് അനുവദിച്ച് തരികയാണ് ചെയ്തത്. അന്ന് ഗുരുവായൂർ ഡിപ്പോയിൽ ഇത് ഫാസ്റ്റായിട്ട് സർവീസ് നടത്തുമായിരുന്നു. അങ്ങനെ ഓർഡിനറി റൂട്ട് കൺവേർട്ട് ചെയ്ത് നമ്മളെ റൂട്ടിലേക്കായിട്ട് അനുവദിച്ച് തന്നു. അന്ന് മുതൽ എനിക്ക് ആഗ്രഹമായിരുന്നു, എനിക്കൊരു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബസ് എന്നെ അതിനോടൊപ്പം ഉണ്ടാവണമെന്നുണ്ടായിരുന്നു. അന്നോട്ടേ ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ വിവരങ്ങൾ തിരക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ തിരക്കി അതെല്ലാം മനസ്സിലെങ്ങനെ വെച്ചിട്ട് അത് വർഷങ്ങൾ കഴിഞ്ഞ് ഏകദേശം 8 വർഷത്തോളമായി കാട്ടാക്കട ഡിപ്പോയിൽ ബസ് എത്തിയിട്ട്. അപ്പോൾ അതിനുശേഷം ബസ്സിൽ നമ്മുടെ സ്ഥിരം ഞാൻ അതിലാണ് യാത്ര ചെയ്യുന്നത്. അതിലെന്തെങ്കിലും ഒരു തകരാറോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളപ്പം തന്നെ ബന്ധപ്പെട്ട അവിടുത്തെ കാട്ടാക്കട ഡിപ്പോ ചാർജുള്ള AD അവരെല്ലാം അറിയിക്കുകയും അവർ സ്പോട്ടിൽ തന്നെ പരിഹരിക്കുകയും ചെയ്യും. പിന്നെ നമ്മളെ കാട്ടാക്കടത്ത് ജനറൽ C അലക്സാണ്ടർ സാറുണ്ടായിരുന്നു. സാറിൻ്റെ ശ്രദ്ധയിലും പെടുത്തും. സാറും കറക്റ്റായിട്ട് സർവീസ് മുടങ്ങാതെ അയക്കുമായിരുന്നു. അതുപോലെ ഇടയ്ക്ക് DCP സിസ്റ്റമായിരുന്നു. ആ DCP സിസ്റ്റത്തിൽ ഈ വണ്ടിയുടെ സീഫ് ടെസ്റ്റും എല്ലാം പോകുന്നത് പാറശാല DCPയിലായിട്ടുമായിരുന്നു. അപ്പോൾ അവിടെ രാജേഷ് എന്ന് പറഞ്ഞ സാറായിരുന്നു അതിൻ്റെ ചാർജ്. പുള്ളിയുടെ നമ്പർ നമ്മളെടുത്ത് ഇന്ന വണ്ടിയിൽ ഇന്ന സാധനങ്ങൾ വെക്കണം, ഇന്ന കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അതും നിർദ്ദേശം കൊടുത്ത് അതും പറഞ്ഞ് അതുപോലെ അവർ പണി ചെയ്ത് കാട്ടാക്കട തിരിച്ചയക്കുമായിരുന്നു. ഇപ്പം കാട്ടാക്കട ഡിപ്പോയാണ് അത് പണികളെല്ലാം ചെയ്യുന്നത്. അതും പക്കയായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഈ ബസ്സിൽ വേറൊരു ടെസ്റ്റും കൂടെ ഉണ്ട്. ഞാൻ കല്യാണം കഴിച്ച അബീത SS കാണുന്നതും ഈ ബസ്സിൽ വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒരു കുടക്കീഴിൽ എന്നുള്ളൊരിത് വന്നു. പിന്നെ അതിനോട് ഉപരി ഒരു കാര്യം കൂടെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും സ്വകാര്യ വാഹനങ്ങളും മറ്റുമാണ് ഉപയോഗിക്കുന്നത്. KSRTC ഇപ്പം നഷ്ടത്തിലാണ് ഓടുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികളായിരുന്നാലും ക്ലബ്ബുകളായിരുന്നാലും പൊതുവെ മറ്റുള്ള എന്ത് സ്ഥാപനങ്ങളായിരുന്നാലും അവരുടെ യാത്രകൾക്കും കൂടെ ഈ KSRTC പ്രയോജനപ്പെടുത്തണം എന്നുള്ള ഒരു ഇതും കൂടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ല KSRTC ബസ് ഇങ്ങനെ വിട്ടുകൊടുക്കും എന്നുള്ള കാര്യം. അപ്പം ഇനി ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ KSRTC നമ്മളും കൂടെ നമ്മളാൽ കഴിയുന്ന സഹായം കൂടെ ചെയ്യുക. KSRTC പൊതുമേഖലാ സ്ഥാപനമാണ്, സാധാരണക്കാരുടെ ആശ്രയമാണ്. അത് ഒരിക്കലും തകരാൻ പാടില്ല. അപ്പോൾ നമ്മളാൽ കഴിയുന്ന സഹായം നമ്മളും ചെയ്യുക KSRTCക്ക് വേണ്ടിയിട്ട്. ഡ്രൈവറും കണ്ടക്ടറും ഒപ്പം എടുത്തോ? അവരെ വിളിച്ചിരുന്നു. ഒരു സന്തോഷ മുഹൂർത്തമാണ്. ഇവർ രണ്ടുപേരും KSRTC ബസ്സിനുള്ളിൽ വെച്ച് കണ്ട് പ്രണയിച്ച് ഇവർ രണ്ടുപേരും KSRTC ബസ്സിൽ യാത്ര ചെയ്തു. അവിടെ വെച്ച് കണ്ടു, ഇഷ്ടപ്പെട്ടു, വിവാഹം കഴിച്ചു. KSRTC മുമ്പിൽ വന്നു തന്നെ ഫോട്ടോയും എടുത്തു. എല്ലാം കണ്ടു വളരെ സന്തോഷം. ഞാൻ പറഞ്ഞൊരു തമാശയ്ക്ക് പറഞ്ഞ KSRTC നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ബസ്സിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ഞങ്ങൾക്ക് താലി കെട്ടാമായിരുന്നു പറഞ്ഞു. ഏതായാലും ഒത്തിരി സന്തോഷമുണ്ട്. ബസ് പലപ്പോഴും ഇങ്ങനെ ഒരുപാട് ആളുകൾ കണ്ടുമുട്ടാനും പരിചയപ്പെടാനും ഒക്കെ കഴിയുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ പ്രശസ്ത നടൻ മധുപാൽ എപ്പോഴും പറയാറുണ്ട്, മധുപാലും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തമ്മിൽ കണ്ടുമുട്ടുന്നത് തൃശ്ശൂരേക്ക് പോകുന്നൊരു KSRTC ബസ്സിലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരങ്ങനെയാണ് കണ്ടുമുട്ടുന്നത് ആദ്യമായിട്ട്. അതുപോലെയാണ് ഇവർ രണ്ടുപേരും എന്നും അതിൽ യാത്ര ചെയ്തു. അതിൽ നിന്ന് വ്യത്യസ്തമാണിത്. ഇവരെന്നും യാത്ര ചെയ്തു, ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചു. ഇന്നിപ്പം ട്രാൻസ്പോർട്ടിൻ്റെ ഒരു മംഗളാശംസകളാണ് KSRTCയുടെ വക ആശംസകൾ നേരുന്നു. എൻ്റെ സ്വന്തം നിലയിലും എല്ലാ പ്രാർത്ഥനകളും ആശംസകളും. എനിക്ക് നേരത്തെ അറിയുന്നതാണ് KSRTCയോട് ആൾക്കുള്ള താല്പര്യം. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അതിശയമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ വേറിട്ടൊരു ചിന്താഗതിയാണ്. പൊതുവെ എല്ലാ ആൾക്കാരും അല്ലാത്ത വണ്ടി വിളിച്ചിട്ട് കല്യാണത്തിന് കൊണ്ടുപോകുമ്പോഴത്തേക്കും KSRTC പറയുമ്പോഴത്തേക്കും വെറൈറ്റി ആണല്ലോ. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് തോന്നിയില്ല. സന്തോഷമായിരുന്നു.